സമൂഹം നന്നാക്കി എടുക്കാൻ ഒരു വയലും പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ നല്ല നിലച്ച് ജീവിച്ചാൽ അനുയായികൾ നന്നാവും. കാന ഖലീലൽ കലാം, സംസാരം വളരെ കുറഞ്ഞ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. ലോകം കണ്ട മുട്ടാളന്മാർ ഒരു മനുഷ്യനെ കണ്ടപ്പോ നന്നായി. വയലുണ്ടായിരുന്നു മദീനത്തും മക്കത്തും. ദിവസം നേരം വെളുക്കോളം വയലുണ്ടായിരുന്നു. ലേലം പൊളിയും വയലും ഉണ്ടായിരുന്നു മദീനത്തും മക്കത്തും ഇല്ല. ഒരു മനുഷ്യനായപ്പോൾ അവർ അപ്പൊ ജനങ്ങൾക്ക് മാറിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷക്കണക്കിന് കോടാനക്കോടി ജനങ്ങൾക്ക് ഇന്ന് നേരം വെളുത്തിട്ട് എന്താ പണി? ആ മനുഷ്യന്റെ മാത്രം പറയലല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ എന്തിനാ ഇരിക്കണ? പറ. 1400 ചില്ലാനം കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ വഫാത്തായി പോയ ഒരു മനുഷ്യന്റെ മാത്രം ഇപ്പോഴും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല. നമ്മളാരെയും ആ മനുഷ്യനെ കണ്ടിട്ടില്ല. കാണണ്ടോ? നമ്മളെ കൊതിയാണ് കാണുന്നത്. എന്താ അത്ര നല്ല മനുഷ്യനാണ്. നേതാവ് നന്നാവുക എന്നതിനേക്കാൾ വലിയ പ്രബോധനമൊന്നും നടക്കാനില്ല. മുസ്ലിം നേതാക്കന്മാരെ വിശ്വസിക്കേണ്ട, മുസ്ലിം ഭരണാധികാരികൾ വിശ്വസിക്കും. മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിം ഭരണാധികാരികളാണെന്ന് ഞാൻ പറഞ്ഞതിന് കയ്യും കണക്കുകയില്ല. ഇപ്പോൾ ബോധ്യപ്പെട്ടു. ചിലർക്ക് തിരിഞ്ഞവർക്ക് തിരിഞ്ഞു. എന്തുകൊണ്ട്? അവർ സയനിസ്റ്റുകൾക്ക് മുന്നിൽ അമ്മിനിക്കടിയിൽ വാല് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കാൻ അവർക്ക് കഴിയില്ല. അവിടെ വെച്ച് ചെയ്തതെല്ലാം 100% അബദ്ധമാണ്. നിങ്ങളൊരു നന്മ ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ വെച്ചാണ് തുടങ്ങിയതെങ്കിൽ നന്മയാണ്. അതേ സമയത്ത് അത് ദുബായിൽ വെച്ച് തുടങ്ങുന്നത് തിന്മയാണ്. അന്തമാണ് മനുഷ്യൻ. അന്തം ഒരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പടച്ചോ കൊടുക്കണം. കാരണം ലോകത്തെ ഏറ്റവും വലിയ തിന്മയുടെ കേന്ദ്രങ്ങളിൽ ഒന്നാണത്. അതിന് അന്തം വേണം. വിക്രൽക്ക നല്ലതാണ്, പക്ഷെ കക്കൂസ് പോയി തുടങ്ങരുത്. എന്തേ കക്കൂസ് തുടങ്ങിയത്? അന്തം കമ്മി ഉള്ള മനസ്സിലാവും. നന്നുണ്ടായിട്ട് പറയല്ല, തിരിഞ്ഞൊരുക്കി തിരിയും. അത്രയേ ഉള്ളൂ. ആരോടും വിരോധമല്ല.